ഇന്നൊരു സൺഡേ ആണ്. ഇന്നൊരു സൺഡേയിൽ നിന്നൊരു ഉപരി ഞാനിന്ന് വീട്ടിലുള്ള ദിവസമാണ്. നമ്മൾ ഈ ജോലി തിരക്കിനും സ്ട്രെസ്സിനും ഇടയ്ക്ക് വിട്ട് പോകുന്ന ചില കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളില്ലേ? ഇന്ന് ആ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നേടിയെടുക്കാനുള്ള യാത്രയാണ്. അപ്പോൾ ഈ കുഞ്ഞുമണിയാണ് പറഞ്ഞത് ഇന്നത്തെ ദിവസം മുഴുവൻ ഇങ്ങനെ ഷൂട്ട് ചെയ്യണമെന്ന്. കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കണ്ടേ? അങ്ങനെ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ആദ്യത്തെ യാത്ര പള്ളിയിലോട്ടാണ്. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകാറില്ലെങ്കിലും വീട്ടിലുള്ള ദിവസങ്ങൾ മാക്സിമം പള്ളിയിൽ പോകാൻ നോക്കാറുണ്ട്. വടക്കൻ പറവൂരുള്ള സെൻറ്റ് തോമസ് പള്ളിയിലാണ് ഇന്നത്തെ യാത്ര പോയത്. യാത്രയല്ല, അതാണ് ഞങ്ങളുടെ പള്ളി. പള്ളിയിൽ കഴിഞ്ഞ് കിട്ടിയ കഞ്ഞിയും പയറും കുടിച്ച് അവിടെ നിന്ന് നേരെ അവളെയും സൺഡേ സ്കൂളിലാക്കി പിന്നെ വരുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കാത്തിരിപ്പായിരുന്നു. അങ്ങനെ സൺഡേ സ്കൂൾ കഴിഞ്ഞ് ആളെത്തി. ഇനിയുള്ളത് ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു പർച്ചേസിന് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള യാത്രയാണ്. ഈ കാണുന്ന എസ്തെറ്റിക് വൈബിളിൽ കുറേ പാത്രങ്ങളും കുറേ അധികം സാധനങ്ങളും ഉള്ള ഒരു എക്സിബിഷൻ പറവൂർ നടക്കുന്നുണ്ടായിരുന്നു. അവിടേക്കാണ് ഞങ്ങൾ ആദ്യം വന്നത്. ഞാനിതുപോലെ കുറേ പാത്രങ്ങൾ വാങ്ങിയെങ്കിലും അവളുടെ കണ്ണെല്ലാം ഉടക്കിയത് ഇതിലായിരുന്നു. അങ്ങനെ ഈ ടെഡി ബിയറിനെ വാങ്ങിച്ച് അവിടെ നിന്ന് പോയത് നേരെ ബേക്കറിയിലോട്ടാണ്, ജിയോ ബേക്കറി. അവിടെ എത്തിയപ്പോൾ എന്തെടുക്കണം ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് ഈ കാണുന്നത്. ഒരു ബാസ്ക്കറ്റ് എല്ലാം എടുത്ത് സ്വന്തമായി ഷോപ്പിംഗ് ചെയ്യുന്ന ഒരു കുഞ്ഞു കുടുംബിനി, അതാണ് നിങ്ങൾ ഈ കാണുന്നത്. അവൾക്ക് ആവശ്യമുള്ളതെല്ലാം അവൾ വാരിപ്പറക്കി എടുത്തപ്പോൾ ഞാൻ വാങ്ങിയത് ഈ മാംഗോ ബണ്ണാണ്. നോർമലി നമ്മൾ മസ്ക ബണ്ണും ക്രീം ബണ്ണും കസ്റ്റാർഡ് ബണ്ണും ഒക്കെ കഴിച്ചത് ഓർമ്മയിലുണ്ട്. പക്ഷേ ഈ മാംഗോ ബൺ അത് ആദ്യമായിട്ടാണ്. അവിടെ ഞങ്ങളൊരു സ്ട്രോബെറി ഷേക്കും ഒരു കണ്ണൂർ കോക്ടെയിലും കുടിച്ച് ഇനി എന്ത് ചെയ്യണം എന്നുള്ളതായിരുന്നു അടുത്ത പ്ലാനിങ്. അപ്പോഴാണ് അവളുടെ മുടി വെട്ടിക്കാൻ പോകുന്നതിനെക്കുറിച്ച് ആലോചിച്ചത്. എന്നാൽ പിന്നെ അതാകാമെന്ന് കരുതി അടുത്തത്. അപ്പോൾ മുടി വെട്ടിക്കാൻ പോകുകയാണെങ്കിൽ മുടി വാഷ് ചെയ്തേ തീരുള്ളൂ എന്ന ആദ്യത്തെ കണ്ടീഷൻ അംഗീകരിച്ചതുകൊണ്ട് മാത്രമാണ് മുടി വെട്ടാൻ സമ്മതിച്ചത് തന്നെ. അടങ്ങി ഒതുങ്ങിയിരിക്കുന്നതും മുടി വാഷ് ചെയ്യുന്നതിൻ്റെ ഉള്ള സന്തോഷം കൊണ്ടാണ്. മുടി വെട്ടാൻ ആൾക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നെങ്കിലും വെട്ടിക്കഴിഞ്ഞപ്പോൾ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ആൾക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ മുടിവെട്ടലെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുളിച്ച് റെഡിയായി ഫുഡ് കഴിക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഫുഡ് കഴിക്കാൻ ആക്ച്വലി കുറേ നാളുകളായി നമ്മൾ ഈ റീൽസിലെല്ലാം കാണുന്ന പോത്തിൻകാല് കഴിക്കണമെന്നത് കുറച്ച് നാളായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു. അങ്ങനെ അത് കഴിക്കാനായി ആലുവയിലുള്ള അൽസാജിലാണ് വന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആദ്യമായി കഴിക്കുന്നതുകൊണ്ടും അതിൻ്റെ ഗ്രേവി അടിപൊളിയായിട്ടാണ് തോന്നിയത്. നല്ല ടേസ്റ്റുള്ള ഈ ഗ്രേവിയും നൂൽ പൊറോട്ടയും പത്തിരിയുമാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളുമായി ഒരു സൺഡേ കടന്നുപോയി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.